കേന്ദ്രം കേരളത്തിന് 1404 കോടി രൂപ അനുവദിച്ചു. പുതുവർഷം ഉത്സവകാലവും കണക്കിലെടുത്താണ് തീരുമാനം. അധിക നികുതി വിഹിതം എന്ന നിലയിലാണ് കേന്ദ്രം പണം അനുവദിച്ചത്. കേന്ദ്ര സർക്കാർ നടപടി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ആശ്വാസമാകും. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിനൊരാശ്വാസമാകുന്ന വലിയൊരു തുകയാണ് കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? കേരളത്തിന് 1404 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. പുതുവർഷവും ഉത്സവകാലവും കണക്കിലെടുത്താണ് തീരുമാനം. അധിക നികുതി വിഹിതം എന്ന നിലയിലാണ് കേന്ദ്രം പണം അനുവദിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി അത് ആശ്വാസമാകുമെന്ന വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. ജിഷ്ണു ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം അതൊരു ആശ്വാസമാകുകയല്ലേ? സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന നികുതി വിഹിതത്തിന്റെ ഒരു ഇൻസ്റ്റാൾമെന്റ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ 1404.50 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഉത്സവകാലം കണക്കിലെടുത്തുകൊണ്ട്, പുതുവർഷവും ക്രിസ്മസും ഉൾപ്പെടെ ഉത്സവകാലം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ അധിക നികുതി വിഹിതം എന്നുള്ള രീതിയിൽ കേന്ദ്രം പണം അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നടപടി വിനീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തീർച്ചയായും സാമ്പത്തികപരമായി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് വലിയ ആശ്വാസമാകും. വിവിധ സംസ്ഥാനങ്ങൾക്കായി ആകെ 72,961 കോടി രൂപയുടെ ധനസഹായമാണ് കേന്ദ്രം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തുക സാമൂഹ്യക്ഷേമ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിക്കാം എന്നുള്ളതാണ് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ അധിക നികുതി വിഹിതം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ആകെ ഇത്തരത്തിലൊരു വിഹിതം നൽകുമ്പോൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് അത് വിവിധ തരത്തിലുള്ള പദ്ധതികളിലേക്ക് വക മാറ്റിയിരുത്തിക്കൊണ്ട്, ക്ഷേമ പദ്ധതികളിലേക്കും സാമൂഹ്യക്ഷേമ പദ്ധതികളിലേക്കും വക മാറ്റിയിരുത്തിക്കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനാകും സ്ഥിതി ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ ഈ തുക ഏത് രീതിയിൽ വിനിയോഗിക്കും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകും. ഏതായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള അധിക നികുതി വിഹിതം അത് 1404.50 കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിൽ. ഈ പണം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവോ, അല്ലെങ്കിൽ മറ്റു പദ്ധതി കാര്യങ്ങൾക്കും ഉപയോഗിക്കാമോ? എന്താണ് ഇതിലൊരു മാനദണ്ഡം? നിലവിൽ തുക നൽകിയിട്ടുള്ളത് അധിക നികുതി വിഹിതം എന്നുള്ള രീതിയിലാണ്. അതായത് കേന്ദ്രം നൽകുന്ന നികുതി വിഹിതത്തിന്റെ ഒരു ഇൻസ്റ്റാൾമെന്റ് എന്നുള്ള രീതിയിൽ അത് അധികമായി നൽകിക്കൊണ്ടാണ് ഈ ഒരു ഉത്സവ സീസണുകളിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം തുക നൽകിയിട്ടുള്ളത്. ആ തുക നൽകുമ്പോൾ, ഈ തുക അനുവദിച്ച് നൽകുമ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത് സാമൂഹ്യക്ഷേമ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഈ തുക വിനിയോഗിക്കാം എന്നുള്ളതാണ്. അതായത് ക്ഷേമ പദ്ധതികൾക്കും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുമായി ഈ തുക വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ അധിക നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. വിനീഷ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തിന് ആശ്വാസമാകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 1404 കോടി രൂപ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. ക്ഷേമ പദ്ധതികൾ വിനിയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ 1404 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.